രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെയും കൂടെ ഒരു തീരുമാനമാണ്. ഈ രാഹുൽ ദാസിൻ്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാണ്. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. പരസ്പരം എന്തെങ്കിലും ഒരു വാസ്തവത്തിൽ ഞാനും രേണുസുതിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയുക, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ. മറ്റുള്ളവർക്ക് രേണുസുതിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുതിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണുസുതി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അപ്പോൾ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ എല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കാലം രേണുസുതിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല.